ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു നോക്കൗട്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ പോണത് വാട്ട് ഇഫ് ഇസ്ലാം ലൂസസ്. ഇസ്ലാം ലൂസ് ചെയ്ത ഒരു ടൈം ലൈനെ പറ്റിയാണ്. ഇഫ് ഈ ലൂസസ് അഗെയിൻസ്റ്റ് JDM. പക്ഷെ ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഇസ്ലാം ജയിച്ചാലുള്ള ഒരു ടൈം ലൈനെ പറ്റി ആദ്യം പറഞ്ഞിട്ട് മറ്റേതിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, ഞാൻ MMA ഫാൻസിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിനു മുമ്പ് വീക്കിലി വീഡിയോസ് കാണാൻ ആഗ്രഹിക്കണവർക്കും MMA ഫാൻ ബേസ് വളരണമെന്ന് ആഗ്രഹിക്കണവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു കമന്റും, എന്ത് കമന്റ് എന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല, ഒരു കമന്റ് എങ്കിലും ഇട്, റീച്ച് ആവട്ടെ എന്നുള്ള കാരണം ഞാൻ 10 വർഷം പറഞ്ഞിട്ട് കമന്റ് ഇട്ടുള്ള ബെനിഫിറ്റ് ഞാൻ ആവർത്തിക്കുന്നില്ല. ബാക്ക് ടോപ്പിക്. ഇസ്ലാം മഹാചഫ് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഇഫ് ഇസ്ലാം ലൂസസ്, വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഇസ്ലാം ലൂസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത്. അതിനു മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം ജയിച്ചാലുള്ള ടൈമില്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഗൈസ്, ഇസ്ലാം മഹാചഫ് JDM ഒരു 3rd റൗണ്ട് സബ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ വേ ഓഫ് നോക്കൗട്ടോ, എങ്ങനെ നോക്കൗട്ടോ ചാൻസ് വളരെ കുറവെന്നാലും തോൽപ്പിച്ചു. അതിനുശേഷം ഉസ്മാനെ ഫൈറ്റ് എന്ന് പറഞ്ഞേക്കണം. ഉസ്മാൻ വലിയ ഡിസർവിങ് അല്ലെങ്കിലും ലെഗസി വെച്ച് ഡിസർവിങ് ആണ്. ലാസ്റ്റ് ഫൈറ്റിൽ 3-1 ആണെങ്കിൽ ലാസ്റ്റ് 4 ഫൈറ്റ്സ്, പക്ഷെ ലെഗസി വൈസ് ഡിസർവിങ് ആണ്. അത് കഴിഞ്ഞ് ബ്രേഡീന അല്ലെങ്കിൽ ഷൗക്കത്ത് അത് ഏതെങ്കിലും ഒരാൾ തോപ്പിച്ച്. അപ്പൊ വൺസ് മോർ ഇസ്ലാം മഹാചഫ് JDM തോപ്പിച്ച്, ഉസ്മാനെ തോപ്പിച്ച്, ബ്രേഡീനെ തോപ്പിച്ച്, അല്ലെങ്കിൽ ഷൗക്കത്തിന് അത് ഏതെങ്കിലും ഒരാളെ തോപ്പിച്ചിട്ട് റിട്ടയർ ചെയ്ത് നിങ്ങൾ ഇസ്ലാമിനെ ഗോട്ട് സ്ഥാനത്ത് എവിടെ വെക്കും? അപ്പൊ ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ കണ്ട പറയണ, ഇത് എല്ലാവർക്കും ഇതാവൂല, കാരണം എനിക്കറിയാം കുറച്ച് GSP ഡിസ്റെസ്പെക്ട് പോലെയൊക്കെ തോന്നാം. എന്നാലും ഞാൻ ഓൺ പാർ ഓഫ് GSP അല്ലെങ്കിൽ GSPയുടെ അടുത്ത് എന്ന് വെച്ചാൽ ഇതാണ് GSP. എനിക്ക് ഇസ്ലാമിനോട് കുറച്ച് ബയസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ 6 വെക്കും. കാരണം ഞാൻ പറയാം, ശരിയാണ് GSPക്ക് 9 ടൈറ്റിൽ ഡിഫൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ GSPയുടെ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാർക്കില്ലേ ഈ ടേക്ക് ഡൗൺ ഡിഫൻസ് എന്താണെന്നറിയില്ല. എന്ന് വെച്ചാൽ അങ്ങനെ അറിയില്ലെന്നല്ല, അത് എല്ലാവർക്കും ഓൾറൗണ്ടർ അല്ല. ജുജുത്സു എല്ലാവരും ഓൾറൗണ്ടർ അല്ല. എന്തൊക്കെ നമ്മ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ഉള്ള ഫൈറ്റേഴ്സ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ്ലി വെൽറൗണ്ടഡ് ആണ്. എല്ലാവർക്കും ഇസ്ലാം മഹാചഫിനെ ടേക്ക് ഡൗൺ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല, എല്ലാവർക്കും കംസിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റൂല. പക്ഷെ കമ്പാരിറ്റീവ്ലി അവരുടെ ടേക്ക് ഡൗൺ ഡിഫൻസ് GSP ഏറിയുള്ള ആൾക്കാരായിട്ട് നോക്കുമ്പോ ഭയങ്കര ബെറ്റർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൂടി ഇത്രയും ഡോമിനുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈം വോൾക്കനോസ്കി 145 പൗണ്ടിൽ ഉണ്ടായിരുന്ന വോൾക്കനോസ്കി ഇല്ല, ഓസ്ട്രേലിയ ഇസ്ലാമായിട്ട് ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടായിരുന്ന വോൾക്കനോസ്കി. ആ വെർഷൻ ഓഫ് വോൾക്കനോസ്കി മിക്ക ലൈറ്റ് വെയിറ്റിനെയും തോപ്പിക്കുമായിരുന്നു അന്നത്തെ രാത്രി. വോൾക്ക് അന്ന് പ്രൈമാണ്, പീക്കാണ്. നിങ്ങൾ പറയാം, ലൈറ്റ് വെയിറ്റ്സിൽ മിക്കവർക്കും ഒരു ടഫ് ചലഞ്ച് അല്ലേ വോൾക്കനോസ്കി 145. ആ വോൾക്കിനെ ഡിപ്ലീറ്റഡ് വെർഷൻ ആയിട്ടും ഇസ്ലാം 3 റൗണ്ട് ജയിച്ച്. അത് കഴിഞ്ഞ് ചാൾസ് ഒലിവേറ, എല്ലാരും നെക്സ്റ്റ് ബിഗ് തിങ് ഓഫ് ലൈറ്റ് വെയിറ്റ് എന്ന് അടിപൊളിയാണ്. പുള്ളിനെ ഡിസ്റെസ്പെക്ട് അല്ലട്ടാ. എന്നാൽ ആ ചാൾസ് ഒലിവേറയില്ലേ ഒരു അമേച്ചറിനെ പോലെ തോപ്പിച്ച് കളഞ്ഞു. അതും ചെയ്ത് ഡസ്റ്റിൻ ബോറായിട്ടുള്ള ഫൈറ്റ് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. ഡസ്റ്റിനായിട്ട് കബീബിന്റെ ഗെയിം പ്ലാൻ പറഞ്ഞ് സ്ട്രൈക്ക് ചെയ്യാൻ നോക്കിയെന്ന് പറയണം. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് നേരം സ്ട്രൈക്ക് ചെയ്ത് അത്യാവശ്യം ഔട്ട് സ്ട്രൈക്കും ചെയ്ത് മൊമെന്റ്സിൽ ഡസ്റ്റിന് ഡാമേജ് കൊടുത്തിരുന്നല്ല, റെസറായിട്ട് പോലും ഡസ്റ്റിനെയും തോപ്പിച്ച്. ഷാറൂഖ്യൻ വണ്ണിന അത് ഷോർട്ട് നോട്ടീസ് ആണെന്ന് പറയുന്നത്, അത് തോപ്പിച്ച്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിനെ 155 ആര് തോപ്പിക്കുമായിരുന്നു നിങ്ങൾ പറ. ഇപ്പൊ ഇലിയയുടെ ആർഗ്യുമെന്റ് ഞാൻ സമ്മതിച്ചത്, ഇലിയ വന്നപ്പോ ആൾ പോയല്ലോ. ഇലിയ വന്നില്ലെന്ന് വിചാരിക്കും, ആര് ഇസ്ലാമിനെ 155 തോപ്പിക്കുമായിരുന്നു ഇപ്പൊ ഇസ്ലാം നിന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരുമില്ല. അപ്പൊ 155 ക്ലിയർ ആയി. ആ വേർഷൻ ഓഫ് ഇസ്ലാമാണ് ഞാൻ 170 പോണത്. JDM തോപ്പിച്ച്, ഉസ്മാനെ തോപ്പിച്ച്, ഷൗക്കത്തിനെ അല്ലെങ്കിൽ ബ്രേഡിനെ തോപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോട്ട് സ്ഥാനത്ത് എവിടെ വെക്കും? എന്റെ അഭിപ്രായത്തിൽ GSP അല്ലെങ്കിൽ GSPക്ക് ഒരു പാറ മുകളിൽ വെക്കണം. കാരണം GSP മാറ്റ്സറായിട്ട് തോറ്റില്ലേ. തോറ്റ സമയത്ത് GSP ചാമ്പ്യൻ ആണ്. പ്രൈം പീക്കിലിരിക്കുന്ന സമയത്താണ് മാറ്റ്സറായിട്ട് തോറ്റത്. അപ്പൊ ഇസ്ലാം തോറ്റത് 2015 10 കൊല്ലം മുമ്പ്, പ്രീക്കോ പ്രൈമോ ടച്ച് ചെയ്യാത്ത സമയത്ത്, യങ്ങായ സമയത്ത്. ആ തോൽവിയും വ്യത്യസ്തം. ഞാൻ പറഞ്ഞേ, അവൻ ചെയ്ത് GSP ലോസ്, അതെനിക്കറിയാം. ഞാൻ GSP ഡിസ്റെസ്പെക്ട് ചെയ്യാനല്ല. ഇത് തിരിച്ച് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. കാരണം ഇസ്ലാം ഒരു ക്ലീൻ ഹിസ്റ്ററി ഉണ്ട്. ഞാൻ ക്ലീൻ എന്ന് പറയുമ്പോൾ ഞാൻ ജോൺ ജോൺസിനെ വലിയ കോട്ടായിട്ടാണ് ആളാ. പക്ഷെ ക്ലീൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ജോൺ ജോൺസും ബോർഡ് ലിസ്റ്റ് ചെയ്യുന്നു. കാരണം ജോൺ ജോൺസ് ഒബ്വിയസ്ലി കോൺട്രവേഴ്സീസ് ഉണ്ട് ഷെവറായിട്ട്. അപ്പൊ ഇസ്ലാമിന് ഇനിയുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര
സീനാണ്. അടുത്തൊരു 3 ഫൈറ്റ് ജയിച്ച് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കബീബിന്റെ ഹാർഡ് കോർ ഫാൻസ് ഇപ്പൊ ചിലവരുണ്ട് ഇപ്പോഴും കബീബ് ഗ്രേറ്റർ ദാൻ ഇസ്ലാം എന്ന് പറയുന്നവരുണ്ട്. ലൈറ്റ് വെയിറ്റില് മോസ്റ്റ് ഡോമിനന്റ് കബീബാണ്. എന്നാലും അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇസ്ലാമിനെല്ലാം ഗ്രേറ്റർ കബീബ് ലൈറ്റ് വെയിറ്റിലാണെന്ന് പറയാൻ സമ്മതിക്കില്ല. കാരണം ഇസ്ലാം അത്ര എഫേർട്ട് ടൈം കൊടുത്ത് നിന്നിട്ടുണ്ട്. അതിന് വാല്യൂ ഉണ്ട്, ഡിഫൻസിന് വാല്യൂ ഉണ്ട്. അത് പോട്ടെ, 170 ജയിച്ച് ഡബിൾ ചാമ്പായിട്ട് 3 ഫൈറ്റ് ഈ ബ്രേഡിനെ ഉസ്മാനെ തോപ്പിച്ച ഇസ്ലാമിനെ കബീബ് ഫാൻസ് വരെയും പറയും ഗ്രേറ്റർ ദാൻ കബീബാണെന്ന്. അത് പോട്ടെ. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്റെ ഒറിജിനൽ പോയിന്റ് ഓഫ് വീഡിയോ, വാട്ട് ഇഫ് ഇസ്ലാം ലൂസസ്. ഗൈസ്, ഇസ്ലാം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ശരിയാണ്. ഇപ്പൊ മറ്റേ ഏറ്റവും പൊക്കത്തെ ബിൽഡിംഗ് ചാടണമല്ലോ. ഇപ്പൊ എന്താ കാരണം ഞാൻ പറയട്ടെ. ഇസ്ലാം ഓൾറെഡി പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ 155 തിരിച്ചു വരില്ല. കാരണം ക്രിയാറ്റിനെ കടിച്ച് സൈസായിട്ട് ചെക്കൻ നിൽക്കണം. ചെക്കൻ്റെ മസിൽ മാസം നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 2 month ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പേഴ്സണൽ ട്രെയിനർ വെച്ചിട്ട് ആ ലെവൽ സൈസ് ആയിട്ടുണ്ട്. ഒരിക്കലും ഇനി മസിൽ ലോസ് വരുത്തേണ്ടി വരും. കാരണം ഫാറ്റ് കട്ട് ചെയ്താൽ മാത്രമേ ഇനി ഇസ്ലാമിനെ 155 എടുക്കാൻ പറ്റില്ല. ഇസ്ലാം അത്ര സ്ട്രഗ്ലിംഗ് ബ്രൂട്ടൽ കട്ടായിരുന്നു. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ചാൾസ് ഒലിവേറ്ററുള്ള ഫൈറ്റിലും ബുദ്ധിമുട്ടായിരുന്നു ഇസ്ലാമിന് ആ ഫൈറ്റിലെ വെയിറ്റ് കട്ട്. അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്യണ ഇസ്ലാമിന് 155 വരില്ലെന്ന് പറഞ്ഞു. ജി ഡി എം ആയിട്ട് തോറ്റ പിന്നെ ഒരു ടൈറ്റിൽ ഫൈറ്റ് ചെയ്തണമെങ്കിൽ ഇനി വേറെ ആൾക്കാരെ തല്ലുപിടിക്കണം. അത് മാത്രമല്ല, ഇസ്ലാമിന് ഇപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ തോറ്റ് കഴിഞ്ഞില്ലേ അതൊരു മാതിരി. കാരണം ഇവരൊടിഞ്ഞ കൂടല്ലേ ശരിക്കും ഒരു പതനമാണ്. കാരണം ഗോട്ട് സ്ഥാനത്ത് നമ്മൾ കാണാൻ പൊട്ടൻഷ്യൽ ഉള്ള, അല്ലെങ്കിൽ ഗോട്ട് GSP നിങ്ങളുടെ ചിലവരുടെ അഭിപ്രായത്തിൽ GSP അടിയിലായിരിക്കും, അടിയിലെ പൊക്കത്തായിക്കോട്ടെ, പെർസ്പെക്റ്റീവ് അനുസരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരാളെ ആ കരിയർ ട്രജക്ടറി മാറി തോക്കണം. അത് വ്യത്യാസമുണ്ട്. കാരണം ഗൈസ് ഇപ്പൊ അങ്കലവ് തോക്കണ പോലെ അല്ലെങ്കിൽ വേറെ ആൾക്കാർ തോക്കണ പോലെ അല്ല. ഇത്രയും പീക്ക് ചാൻസ് ഉണ്ട് ഒരാൾ തോക്കണം എന്ന് പറയുമ്പോൾ അതൊരു എഫക്റ്റീവ് ലോസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റും കൂടി ഇസ്ലാം തോറ്റാ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ആ ഫൈറ്റ് ആയിട്ട് സീൻ ബ്രെഡായിട്ട് ഫൈറ്റ് വന്നത്. നിങ്ങൾ സീൻ ബ്രെഡായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സീൻ ബ്രെഡിനെ തള്ളിക്കളയലേട്ടാ. സീൻ ബ്രെഡ് അടിച്ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇനി പറയണില്ല ADCC ഗ്രാപ്ലിംഗ് എന്താണെന്നൊന്നും. 3DC ലിയോൺ എഡ്വേർഡ്സിനാ വിരലുണ്ടാവുന്നവർക്ക് മാത്രമേ അങ്ങനെ ഗ്രാപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. ലിയോൺ എഡ്വേർഡ്സ് ലെജിറ്റ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഉസ്മാൻ വരെയും സെക്കൻഡ് തേർഡ് ഫൈറ്റിൽ മനസ്സിലായ അടി കൊണ്ടുപോയിട്ടൊക്കെ വല്ലതും ചെയ്യാൻ പറ്റിയ. ഉസ്മാനെ ഫസ്റ്റ് റൗണ്ട് ടേക്ക് ഡൗൺ ചെയ്തിട്ട് പോയ സെക്കൻഡ് ഫൈറ്റിലെ മൊത്തം ഉസ്മാനായിരുന്നു ഡോമിനേറ്റിംഗ് ജയിക്കണവരെ. പക്ഷെ ഫസ്റ്റ് റൗണ്ടൊക്കെ അടിയിൽ പോയിട്ട് ചോക്ക് ചെയ്യാൻ നോക്കിയതും അത്യാവശ്യം ഗ്രാപ്പിൾ പിടിച്ചിരുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കണം. ലിയോൺ എഡ്വേർഡ്സ് ലെജിറ്റ് ഗ്രാപ്ലിംഗ് ഉണ്ട്, ബ്ലാക്ക് ബെൽറ്റ്. ആ ലിയോണ അമേച്ചറിനയിൽ താഴേക്ക് കളഞ്ഞാണ് ബ്രേഡി സബ്മിറ്റ് ചെയ്ത് കളഞ്ഞത്. ബ്രേഡി ലെജിറ്റാണ്. അപ്പൊ സ്റ്റൈലിസ്റ്റിക്കലി ഇപ്പൊ ഇസ്ലാമും ബ്രേഡിയും വന്നു കഴിഞ്ഞാൽ ബ്രേഡീനെ ഇസ്ലാം താഴിട്ടെന്ന് വെച്ചോ, താഴെ ഇട്ട് കഴിഞ്ഞാൽ അതും സീനാണ്. കാരണം ബ്രേഡി എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ചോക്കിൽ ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചോക്കൊക്കെ വീണ് കഴിഞ്ഞാൽ പോട്ടാ. എഫക്റ്റീവ് ഗ്രാപ്പിളറാണ്. ഒരിക്കലും ബോട്ടം പൊസിഷൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ബോട്ടമിന്റെ ഇവോൾഡ് ജൂസ് ഫൈറ്റർ ആണ്. ഇതൊക്കെ പല വർഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ പോയിന്റ് പറയുമ്പോൾ ആ കാര്യം പറയാണ്ട് അവസ്ഥയില്ല, നിവൃത്തിയില്ല. അപ്പൊ പിന്നെ ഇസ്ലാമിന് ബ്രേഡി ആയിട്ട് വന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം തീരുമാനിക്കാം അവിടെ ഫൈറ്റ് വേണമെന്ന്. ഗ്രൗണ്ടിൽ വേണോ സ്ട്രൈക്ക് ചെയ്യണോ. സ്ട്രൈക്കിങ് ഇസ്ലാമിന് പിടിക്കുമ്പോൾ മുകളിലായിരുന്നേക്കാം. എന്നാലും അതൊരു സ്റ്റൈലിസ്റ്റിക് ടഫ് മാച്ച് ആണ് ബ്രേഡി വിസസ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം അങ്ങനെ തോറ്റു 2 തോൽവി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം ഒരിക്കലും ഗോട്ട് സ്ഥാനത്ത് കയറാൻ പോകണം. എന്തൊക്കെ ചെയ്താലും ഒരു ലോസ് വന്നാലും സീനാണ്. ഇനി വേറൊരാളെ ഫൈറ്റ് ചെയ്ത് ടൈറ്റ് ഷോട്ട് കിട്ടാനൊക്കെ 2 പേരൊക്കെ ചെയ്യേണ്ടി വരും മിക്കവാറും. കാരണം 145 വന്നാളല്ലേ, എന്തൊക്കെ യോഗ്യത ഉള്ള ആളാണെങ്കിലും. അപ്പൊ തോറ്റ് കഴിഞ്ഞാൽ ഇസ്ലാമിനെ ഫ്യൂച്ചർ ഭയങ്കര ഇതാണ്. അത് മാത്രമല്ല, തോറ്റിന്റെ പിന്നെ ഒരിക്കലും ഇലിയുടെ ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. എനിക്കറിയാം കുറച്ച് പേർക്ക് ഇലിയും ഇസ്ലാം 170 കാണാൻ താല്പര്യമുള്ളത്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫൈറ്റ് ഇൻ UFC റൈറ്റ് നൗ. ജോൺ ജോൺസ് അലക്സ് പെരേരയൊക്കെ ബിഗ് ആണ്. പക്ഷെ ജോൺ ജോൺസ് അലക്സ് പെരേര പാസ്റ്റ് പ്രൈം കഴിഞ്ഞാൽ 2 ഓൾഡ് പീപ്പിൾ ആണ്. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഇനി അവർക്ക് ഒരു തുടക്കമില്ല. ഇലിയക്ക് എന്ന് പറഞ്ഞൊരു പുതിയ ചാപ്റ്റർ തന്നെ ഓപ്പൺ ആയി കിടക്കണേ. അപ്പൊ ഇലിയ ഇസ്ലാം ഇസ് ലിറ്ററലി ദ ബിഗ്ഗസ്റ്റ് ഫൈറ്റ്. സമ്മതിച്ച് ചിലപ്പോൾ ചിലവരുടെ മനസ്സിൽ അലക്സ് പെരേര ജോൺസ് തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫൈറ്റ്. പക്ഷെ ഒരു ഫ്രഷ്നെസ്, ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ എന്താണ്. കരിയർ അവസാനിക്കാറായ 2 പേര്, റിട്ടയർ ആയ ജോൺസും കരിയർ അവസാനിക്കാറായ അലക്സ് പെരേരയുമാണ്. പ്രൈം പീക്കെത്താത്ത ഇലിയേയും പക്ക പീക്കിൽ നിൽക്കണ ഇസ്ലാമും തമ്മിലുള്ള ഫൈറ്റാണ് ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. എന്റെ അഭിപ്രായത്തിൽ അതാണ്. അപ്പൊ ആ ഫൈറ്റ് നമുക്ക് നഷ്ടപ്പെടും. ഒരാളുടെ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ടോപ്പ് ആവാൻ ഇത്രയും കോട്ട് പൊട്ടൻഷ്യൽ ഉള്ള ആളെ തോറ്റി പോണെന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് തിങ് ആണ്. ഇസ്ലാം ഫാൻസ് ഓക്കെ, ഇപ്പൊ ഹേറ്റേഴ്സ് ആണെങ്കിൽ ന്യൂട്രൽ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സാധാരണ ഒരു തോൽവിയല്ല ഇത്. നോക്കൗട്ടൊക്കെ പൊന്നെ ചിന്തിക്കാതെ. അത് ഞാൻ
ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിച്ചത്, ഇത് മാത്രം ഉദ്ദേശിച്ചത്. വാട്ട് ഇഫ് ഇസ്ലാം ലൂസ് ചെയ്താൽ ഭയങ്കര ഒരു ബാഡ് ആയിരിക്കും. ബിക്കോസ് അവന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ, അവന്റെ ഫാൻ ബേസ് ലെഗസി നോക്കുമ്പോൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഇത്ര നേരം കണ്ടു തയ്ച്ച എല്ലാവർക്കും ഇത്. പിന്നെ വീക്ക്ലി MMA കണ്ടതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ MMA ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരന്മാർക്ക് അയച്ചു കൊടുത്തിട്ട് ഷെയർ ചെയ്യും, നല്ല കാര്യമായിരിക്കും. അപ്പൊ